ഏറെ ബഹുമാനീയനും ആദരണീയനുമായ അധ്യക്ഷൻ കെ വൈപ്പോൾ IAS ചെയർമാൻ ടൈംസ്, ഏറെ പ്രിയപ്പെട്ട ഡോക്ടർ പൊന്നൻ കുര്യൻ വെങ്കടത്ത്, പ്രിയപ്പെട്ട ശ്രീ മോൻസ് ജോസഫ്, ബഹുമാനരായ ജലസേന ഉപമന്ത്രി, പ്രിയപ്പെട്ട മുനിസിപ്പൽ ചെയർമാൻ ശ്രീ P. സന്തോഷ് കുമാർ, പ്രിയപ്പെട്ട പാമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CPK ഐസക്, പ്രിയപ്പെട്ട ഡോക്ടർ N. ജയരാജ്, മുൻ ചീഫ് വിപ്പ് കേരള ഗവൺമെന്റ്, ഡയറക്ടർ ടൈസ്, ഡോക്ടർ തോമസ് മാർ തിമോത്തിയോസ്, സെക്രട്ടറി യാക്കോബായ സഭാ സെനറ്റ്, ശ്രീ ജയരാജ്, സിനിമാ സംവിധായകൻ, നിർമ്മാതാവ് നിഷ മേരി സിറിയക്, അഗ്രികൾച്ചർ ഓഫീസർ ഇൻചാർജ് കോട്ടയം, ശ്രീമതി ജയലക്ഷ്മി, ജോർജ് കുളങ്ങര, ഡോക്ടർ നെൽസൺ T. എബ്രഹാം, അജിത് എബ്രഹാം ഉൾപ്പെടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഏറെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സ്നേഹിതരെ, സുഹൃത്തുക്കളെ, മനോഹരമായിട്ടുള്ള FPU തരിശ് നിലകൾ കണ്ടെത്തി 3 വർഷത്തെ ലീസ് അഗ്രിമെന്റ് അവരുമായി എഴുതി സർക്കാർ സംവിധാനം ഉൾപ്പെടെയുള്ള ഡിപ്പാർട്ട്മെന്റ് ഉൾപ്പെടെയുള്ള സംവിധാനത്തിൻ്റെ ബാക്കപ്പ് മുഴുവൻ സ്വാംശീകരിച്ച് ഈ മനോഹരമായിട്ടുള്ള ടൈസ് ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി തരിശ് നിലങ്ങളെ മനോഹരമായിട്ടുള്ള കൃഷിയിടങ്ങളാക്കി മാറ്റുന്ന വലിയ ഉദ്യമത്തിന് നേതൃത്വം കൊടുക്കുകയാണ് ഈ പരിസരങ്ങളിലും ജില്ലയ്ക്കകത്തും പുറത്തും. ഞാൻ അവരുടെ കഠിനമായിട്ടുള്ള പ്രവർത്തനത്തെയും കാഴ്ചപ്പാടിനെയും പ്രത്യേകം ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഇന്ന് KVKയുടെ ഉദ്യോഗസ്ഥ ഇന്ന് ടൈസ് ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി ഉൽപ്പാദിപ്പിച്ചതായ നെല്ലിൻ്റെ ആദ്യത്തെ ഉദ്ഘാടന കർമ്മത്തിൻ്റെ ഭാഗമായിട്ടുള്ള നെല്ല് സ്വീകരിക്കുകയുണ്ടായി. അതിൻ്റെ പിറകിലുള്ളതായ അധ്വാനം, അതിൻ്റെ പിറകിലുള്ള മണ്ണിൻ്റെ ചോരും കർഷകന്റെ വിയർപ്പും അതിനോട് പൊതുസമൂഹം താതാത്മ്യപ്പെട്ട് പോയെങ്കിൽ മാത്രമേ കൃഷിയിടത്തിൽ കർഷകരെ താങ്ങി നിർത്താൻ സാധിക്കൂ. ഇന്ന് കർഷകർ നേരിടുന്നതായ പ്രശ്നങ്ങൾ ചെറുതല്ല, വിപുലമായ പ്രശ്നങ്ങൾ അവർ നേരിടും. വിപണികളുടെ ലഭ്യതക്കുറവ്, കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഗുരുതരമായ പ്രശ്നങ്ങൾ, പ്രൈസിൻ്റെ ഫ്ലക്ച്വേഷൻസ്, ആവശ്യത്തിന് സ്റ്റാഫുകളെ, ജീവനക്കാരെ, തൊഴിലാളികളെ ലഭ്യമാകാത്തതിൻ്റെ പ്രശ്നങ്ങൾ, വാല്യൂ എഡിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ നേരിടുന്ന വൈവിധ്യമായ പ്രശ്നങ്ങൾ തുടങ്ങി എല്ലാ പ്രശ്നങ്ങളെയും അവർ നേരിട്ടുകൊണ്ടിരിക്കും. ജൂൺ മാസം അവസാനം തുടങ്ങിയതാണ് നമ്മുടെ ഞാറ്റുവേല. ഞാറ്റുവേലയുടെ അവസാന ഘട്ടത്തിലേക്കാണ് നമ്മൾ കടന്നത്. മോശമല്ലാത്തതായ ചൂട് നമ്മൾ നേരിടുന്നത്. എൽ നിനോയുടെ പ്രതിസന്ധി നമ്മുടെ കാലാവസ്ഥ സംവിധാനത്തെയും അതുപോലെ കാർഷിക മേഖലയെയും ഗുരുതരമായി ബാധിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. കർഷകരെ ഈ മണ്ണിൽ നിലനിർത്താൻ ഈ കാലത്ത് വളരെ ഉത്തരവാദിത്വത്തോടുകൂടി പൊതുസമൂഹവും സർക്കാരും എല്ലാ ആളുകളും ഒരുമിച്ച് നീങ്ങേണ്ട അതിപ്രധാനമായിട്ടുള്ള സമയമാണ്. ആ സമയത്താണ് ടൈസ് ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി ബാരൻ ലാൻഡ് എടുത്ത് അവിടെ കർഷക പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത് വിസ്മയം തീർത്ത് മുന്നോട്ട് പോകും. കഴിഞ്ഞ ദിവസം എല്ലാ പ്രിൻസിപ്പൽ ഉദ്യോഗസ്ഥന്മാരുടെ മീറ്റിംഗ് ഞങ്ങൾ വിളിച്ചു. ആ മീറ്റിംഗിന്റെ മെയിൻ പർപ്പസ് ഒന്നായിരുന്നു
കേരളത്തിലെ സ്വകാര്യ മേഖലയിലെയും സർക്കാർ മേഖലയിലെയും തരിശു ഭൂമി മാപ്പ് ചെയ്യണം എന്നുള്ളത്. ആ മാപ്പിംഗ് പ്രോസസ് നടക്കുക. അങ്ങനെ മാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിലവിലുള്ളതായിരിക്കുന്ന കൃഷിഭൂമിയേക്കാൾ ഇരട്ടി ഭൂമി നമുക്ക് ലഭ്യമാകും ഏകദേശം എന്നുള്ളതാണ് കണക്ക്, പ്രാഥമികമായ കണക്ക്. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രോസസ് അവിടെ ഇറിഗേഷൻ എത്തിക്കാനുള്ള നടപടികളും ഇവിടെ കൃഷി ഇറക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുക്കുക. അതിന് കേരളത്തിലെയും കേരളത്തിന് പുറത്തും വിദേശത്തുമുള്ളതായിരിക്കുന്ന സംരംഭകന്മാരുടെയും കോർപ്പറേറ്റുകളുടെയും മുഴുവൻ ഒരു കണക്ടിവിറ്റി ബ്രിഡ്ജ് ചെയ്യാനുള്ള ശ്രമത്തിലേക്ക് പോവുക. രണ്ടാമത് ആ പ്രവർത്തനം നടന്നു കഴിയുമ്പോൾ വിവിധങ്ങളായിട്ടുള്ള ഭക്ഷ്യ മേഖലകളിലെ നമ്മൾ നേരിടുന്ന പ്രശ്നമുണ്ട്. ചെറിയ പ്രശ്നങ്ങളല്ല. 1256 പച്ചക്കറി ഉൽപ്പന്നം ഉൾപ്പെടെ സർക്കാരിന്റെ വിവിധ ലാബുകളിൽ പരിശോധിച്ചു. വെള്ളായണിയിലെ ലാബ് ഏറ്റവും പ്രസിദ്ധമായ ലാബാണ്. 126 കമ്പോണന്റ് അവിടെ പരിശോധിക്കുന്നു. തൃശ്ശൂർ ഉൾപ്പെടെ, കുമരകം ഉൾപ്പെടെ. അത് നമ്മൾ പരിശോധിച്ചപ്പോ അതിൽ 51 എണ്ണത്തിൽ അളവിനേക്കാൾ കൂടുതൽ കീടനാശിനിയുടെ അംശം പരിധി വിട്ട് കടന്നിരിക്കുകയാണ്. നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾക്ക് വിധേയമാണ്. ആരോഗ്യ പ്രശ്നം ഗൗരവമുള്ള ആളുകളാണ്. പരിഹരിക്കാനുള്ള ഏക മാർഗം പഴയ തലമുറയെ പോലെ സ്വന്തം കൃഷിയിടത്തിലേക്ക് നമ്മൾ കുടുംബത്തോടുകൂടി ഒരുമിച്ച് അല്പസമയം മാറ്റിവെക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരു മാർഗം മലയാളികളുടെ മുമ്പിലില്ല. കാർഷിക വൃത്തിയാണ് ഏറ്റവും പ്രധാനം. ചിലർക്ക് ധാരണയുണ്ട് കർഷകൻ കാർഷിക വൃത്തി എന്നൊക്കെ പറയുന്നത് രണ്ടാം ഘടകമാണ്. അല്ല, ജീവന്റെ തുടിപ്പ് നിലനിർത്തുന്ന അതിപ്രധാനമായിട്ടുള്ള ഒന്നാം പ്രീമിയർ ജോബാണ്, പ്രീമിയർ എഫർട്ടാണ് കാർഷിക മേഖല എന്നുള്ള ഉത്തരവാദിത്വം പൊതുസമൂഹത്തിന് മുഴുവൻ ഉണ്ടാകും. നമുക്ക് ചില ബ്രിഡ്ജിങ്ങുകൾ നഷ്ടപ്പെടുന്നു. ആ നഷ്ടപ്പെടുന്നതിൽ ഏറ്റവും പ്രധാനമാണ് ചെറുപ്പം കാർഷിക മേഖലയിൽ നിന്ന് വല്ലാതെ അന്യം നിന്നുപോയി. ഒരു ഭാഗത്ത് മൈഗ്രേഷൻ ഉണ്ട്, ബർത്ത് റേറ്റ് കുറവുണ്ട്, ആയുർദൈർഘ്യം കൂടുതലുണ്ട്, സിൽവർ എക്കോണമി വളരുകയാണ്. അതിന്റെ ഒക്കെ പ്രതിസന്ധികൾ ഉള്ള സമയത്താണ് കാർഷിക മേഖലയിൽ നിന്ന് വളരെ അന്യം നിന്നതായിട്ട് ഒരു പുതിയ തലമുറ. അതിനെ റീബ്രിഡ്ജ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയാണ് UDF സർക്കാർ ആവിഷ്കരിച്ചതായിരിക്കുന്ന കതിർ എന്ന അതിപ്രധാനമായിട്ടുള്ള പദ്ധതി. ആ കതിർ പദ്ധതിയുടെ ഭാഗമായി കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും കതിർ കാർഷിക ക്ലബ്ബുകൾ രൂപീകരിക്കാൻ തീരുമാനിച്ചു. കൃഷി വകുപ്പ് മന്ത്രി എന്ന നിലയിൽ വിവിധങ്ങളായിട്ടുള്ള സയന്റിസ്റ്റുകളുമായും റിസർച്ച് ഫെലോസുമായും കർഷകരുമായും ഒക്കെ സംസാരിച്ചു, അധ്യാപകരുമായി സംസാരിച്ചു, കൺസെപ്റ്റ് നോട്ടുമായി. അത് വിദ്യാഭ്യാസ മന്ത്രിയും ഉദ്യോഗസ്ഥന്മാരുമായി 2 റൗണ്ട് ചർച്ച കഴിഞ്ഞു. പദ്ധതി അവർ ആക്സെപ്റ്റ് ചെയ്തു. അതിന്റെ തുടക്കം നമ്മൾ ആരംഭിക്കാൻ തീരുമാനിച്ചു. ആദ്യപടി കേരളത്തിലെ 500 സ്കൂളുകൾ നമ്മൾ അതിൽ മാപ്പ് ചെയ്തിരിക്കുക. ആ 500 സ്കൂളുകളിൽ കതിർ ക്ലബ്ബുകളിലൂടെ നമ്മൾ കൃഷി ആരംഭിക്കും. അവർക്ക് ഫീഡിംഗ് പണി കൊടുക്കും, അവർക്ക് ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടാവും, വിത്തും വളവും സംവിധാനങ്ങളും ഉണ്ടാവും. അതിന് മെന്റർ ടീച്ചറുടെയും ഒരു കമ്മിറ്റിയുടെയും ബാക്കപ്പ് അതിലുണ്ടാവും. ആ കമ്മിറ്റിയിൽ കർഷകരും PTA-യും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളെല്ലാം അതിലുണ്ടാവും. അവരുടെ പ്രധാനപ്പെട്ട ദൗത്യം കുട്ടികളുടെ കാർഷിക വൃത്തിക്ക് ആവശ്യമായിട്ടുള്ള ഈസിയസ്റ്റ് ആയിട്ടുള്ള അവർക്ക് വേണ്ട ബാക്കപ്പ് നൽകുക എന്നുള്ളതാണ്. ചില സ്കൂളുകളിൽ ഇൻ ടോട്ടൽ അതാകുമ്പോൾ 2 വർഷം കൊണ്ട് ടോട്ടലാണ്. ആദ്യത്തെ ഈ വർഷമാണ് 500, അടുത്ത വർഷം ടോട്ടലാണ്. ആ ടോട്ടലിലേക്ക് വരുമ്പോൾ ചില സ്കൂളുകൾക്ക് അവർക്ക് കൃഷി ചെയ്യാനുള്ള ഇടമുണ്ടാവില്ല. തൊട്ടടുത്തപ്പുറത്ത് തരിശു ഭൂമിയുണ്ട്. അങ്ങനെയെങ്കിൽ അതിലേക്ക് അവരെ കണക്ട് ചെയ്യണം. അങ്ങനെ അവർക്കൊരു മെക്കാനിസം ഉണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ കുടുംബശ്രീകളും റെസിഡൻസ് അസോസിയേഷനിലേക്ക് വരും, ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് വരും, ഫാക്ടറികളിലേക്ക് വരും. അങ്ങനെ 3-3.5 കൊല്ലമാകുമ്പോൾ
പച്ചക്കറിയും അവശ്യ സാധനങ്ങളും പരമാവധി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സൊസൈറ്റി ഇക്കോസിസ്റ്റം വളർത്താനുള്ള ഉത്തരവാദിത്ത പ്രവർത്തനത്തിലേക്ക് നമ്മൾ പോകും. ഈ പ്രവർത്തനത്തിലൊക്കെ നിങ്ങൾ എല്ലാവരുടെയും പിന്തുണയും സഹായവും ഉണ്ടാകണം എന്ന് വിനീതമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ടൈസ് ഫാർമ പ്രൊഡ്യൂസർ കമ്പനിയുടെ ഒരു മനോഭാരം അവർ ജൈവ കൃഷിയെ പരിപോഷിപ്പിക്കുന്നു എന്നുള്ളതാണ്. ജൈവ കൃഷിയെ പരിപോഷിപ്പിക്കുന്നതിലൂടെ പരമ്പരാഗതമായിട്ടുള്ള നമ്മുടെ കാർഷിക വ്യവസ്ഥയെ കൾച്ചർ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള വലിയ ധർമ്മവും ഉത്തരവാദിത്വവും ഇവിടെ ടൈസ് ഫാർമ കമ്പനി നിർവഹിക്കുന്നു എന്നുള്ളതാണ്. മനോഹരമായിട്ടുള്ള ഈ ഇടപെടലിന് എല്ലാ പിന്തുണയും കൃഷി വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നുള്ളത് മാത്രം ഈ സന്ദർഭത്തിൽ പറയുന്നു. വിവിധങ്ങളായ പ്രശ്നങ്ങൾ നേരിടുന്ന കർഷകരെ ആ മണ്ണിൽ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാ രീതിയിലുള്ള ഇടപെടലും കേരളത്തിലെ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകും, കൃഷി വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. കൃഷി സാക്ഷി പദ്ധതി പ്രിയപ്പെട്ട വനിതകളായ സഹോദരി സഹോദരന്മാർ ഇവിടെയുണ്ട്. 2026 ഐക്യരാഷ്ട്ര സംഘടന പ്രഖ്യാപിച്ച വനിതാ കർഷക വർഷം കേരളത്തിലെ കൃഷി വകുപ്പ് ഒരു വർഷത്തെ പദ്ധതിയല്ല 5 വർഷം നീണ്ടു നിൽക്കുന്ന വനിതാ കർഷക പദ്ധതി പ്രഖ്യാപിച്ചു. കൃഷി സഖി ആ പദ്ധതിക്കും സമാനമായ രീതിയിലുള്ള ഒരു പ്രോഗ്രാം ഡിസൈനിങ്ങിലേക്ക് നമ്മൾ കടക്കുക. ആ പദ്ധതിയുടെ ഭാഗമായി വിവിധങ്ങളായ തലങ്ങളിലുള്ള ഏകോപനം ഉണ്ടാകും. അങ്ങനെ എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങളുടെ സഹകരണം ഉണ്ടാകണം എന്നുള്ളതുകൂടെ പ്രത്യേകം അഭ്യർത്ഥിച്ചുകൊണ്ട് അതിമനോഹരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ടൈസ് ഫാർമ പ്രൊഡ്യൂസർ കമ്പനിയുടെ മന്ത്ര എന്ന മണ്ണിന്റെ മന്ത്രം എന്നുള്ള മണ്ണെന്നുള്ളത് ഒരു പ്രധാന കൃഷിയുടെ അടിസ്ഥാന ഘടകം അതാണ്. ഇതിപ്പോ ചെറിയ ചെറിയ മണ്ണ് ഇല്ലാതെയും കൃഷി ഉണ്ടാക്കാം എന്ന് പറയുന്ന മേഖലക്ക് വളർന്നു വന്നിട്ടുണ്ട്. പക്ഷെ മണ്ണാണ് ബേസ്. മണ്ണിന്റെ ഭൗമഘടനയും മണ്ണിന്റെ ഫെർട്ടിലിറ്റിയും നിലനിർത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. ഒരു ഫ്ലഡ് ഉണ്ടാകുമ്പോൾ, ഒരു വരൾച്ചയുണ്ടാകുമ്പോൾ മണ്ണിന്റെ ഘടകമാണ്. സ്വാഭാവികമായി അവിടെ നഷ്ടപ്പെട്ടതായിരിക്കുന്ന മണ്ണിന്റെ മൂലകങ്ങൾ മുഴുവൻ തിരിച്ചു വരികയാണ്. അതിന് കേരളത്തിൽ ഒരു ഡിജിറ്റൽ സമ്പൂർണ്ണ മണ്ണ് പരിശോധന ഡാറ്റ ബേസ് ഉണ്ടാക്കാൻ ഗവർണറുടെ നയപ്രഖ്യാപനത്തിൽ കൃഷി വകുപ്പും സർക്കാരും തീരുമാനിച്ചു. എല്ലാ ലാബുകളെയും ഡിജിറ്റലായി കണക്ട് ചെയ്യാനുള്ള പ്രോസസ് ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ആ ഡിജിറ്റൽ ഡാറ്റാബേസ് സൂക്ഷിക്കുക മാത്രമല്ല, അവിടെ നഷ്ടപ്പെട്ടതായിരിക്കുന്ന മണ്ണിന്റെ മൂലകങ്ങൾ മുഴുവൻ അവർക്ക് തിരിച്ചെത്തിക്കാനുള്ള വലിയ രീതിയിലുള്ള പിൻബലം സർക്കാർ തലത്തിൽ ഉണ്ടാക്കാനുള്ള നടപടിയിലൂടെ ആവിഷ്കരിക്കുക. തീർച്ചയായും ബഹുമുഖ ഇടപെടലുകളിലൂടെ, ഉത്തരവാദിത്ത പ്രവർത്തനങ്ങളിലൂടെ അഭിമാനത്തോടുകൂടി കർഷകനെ ജീവിക്കാനും അവരെ മണ്ണിൽ 2 കാലും വെച്ച് എഴുന്നേറ്റ് നടക്കാനും പ്രാപ്തമാക്കുക പറയാൻ എളുപ്പമാണ്. അതിന് വലിയ കഠിനാധ്വാനം വേണം. ആ അധ്വാന പ്രവർത്തനങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോകാം എന്നുള്ളത് കൂടെ സൂചിപ്പിച്ചുകൊണ്ട് മലയാളി നേരിടുന്ന ഏറ്റവും വലിയതായ ഗൗരവതരമായ അവന്റെ ആരോഗ്യ പ്രശ്നത്തിന്റെ പരിഹാരക്രിയ കാർഷിക വൃത്തിയിലേക്ക് വലങ്കാൽ വെച്ചുകൊണ്ട് വീണ്ടും തുടങ്ങുക എന്നുള്ളതല്ലാതെ മറ്റൊരു കുറുക്കു വഴികളുമില്ല എന്ന് പൊതുസമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും എത്തിക്കാൻ നിങ്ങളൊക്കെ അതിന്റെ വാഹകരാകണം എന്നുള്ളത് കൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ മനോഹരമായ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അഭിവാദനങ്ങൾ.